ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ളൊരു യുദ്ധം തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഈ സൈനിക നീക്കം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ആഭ്യന്തര സാഹചര്യവും കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. യുദ്ധം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. ഒരു ശരാശരി അമേരിക്കൻ പൗരന്റെ ദൈനംദിന ജീവിതത്തെയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ഇത് സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കയുടെ കടബാധ്യത റെക്കോർഡ് നിരക്കിലേക്ക് കുതിക്കുകയാണ്. പ്രതിരോധ മേഖലയ്ക്കായി ബില്യൺ കണക്കിന് ഡോളറാണ് ഇപ്പോൾ അധികമായി ചെലവാക്കേണ്ടി വരുന്നത്. സൈനിക വിന്യാസം, അത്യാധുനിക ആയുധങ്ങൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവയ്ക്കായി വൻതുക മാറ്റിവെക്കേണ്ടി വരുന്നത് രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കുത്തനെ വർദ്ധിപ്പിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ ചെലവാക്കേണ്ട തുക യുദ്ധമുഖത്തേക്ക് തിരിച്ചുവിടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കും. നികുതി പണം യുദ്ധത്തിനായി ഇത്തരത്തിൽ ചെലവിടുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും ഇതിനോടകം തന്നെ വഴിവെച്ചിട്ടുണ്ട്. US നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി പണപ്പെരുപ്പമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ US ഫെഡറൽ റിസർവ് നടത്തിവന്ന പരിശ്രമങ്ങൾ ഈ യുദ്ധത്തോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. യുദ്ധം മൂലമുണ്ടായ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പണപ്പെരുപ്പത്തെ വീണ്ടും മുകളിലേക്ക് എത്തിച്ചു. ഇത് നേരിടാൻ പലിശ നിരക്കുകൾ ഉയർത്താൻ ഫെഡറൽ റിസർവ് നിർബന്ധിതരാവുകയാണ്. പലിശ നിരക്ക് കൂടുമ്പോൾ വീട് വാങ്ങുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ലോണുകൾ എടുക്കുന്നത് അതീവ ദുഷ്കരമാകും. ചുരുക്കത്തിൽ ഈ യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും രാജ്യം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികളിലും വമ്പിച്ച അസ്ഥിരതയാണ് പ്രകടമാകുന്നത്. നിക്ഷേപകർ റിസ്ക് എടുക്കാൻ ഭയപ്പെടുകയും സുരക്ഷിത നിക്ഷേപങ്ങളായ സ്വർണത്തിലേക്കും മറ്റും മാറുകയും ചെയ്യുന്നത് അമേരിക്കൻ ടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള വമ്പൻ കോർപ്പറേറ്റുകളുടെ വിപണി മൂല്യത്തെ സാരമായി ബാധിച്ചു. കൂടാതെ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതും ആഗോള സപ്ലൈ ചെയിൻ തടസ്സപ്പെടുന്നതും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ അമേരിക്കൻ വിപണിയിൽ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും ആശങ്കാകുലമായ കാര്യം ഊർജ്ജ മേഖലയിലെ ആഘാതമാണ്. ആഗോള തലത്തിൽ തന്നെ ഇതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലായതിനാൽ യുദ്ധം രൂക്ഷമാകുന്നതോടെ ഇറാൻ ഈ പാത പൂർണ്ണമായി അടയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാനാകാത്ത വിധം കുതിച്ചുയരും. അമേരിക്കയിലെ ഗ്യാസ് സ്റ്റേഷനുകളിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ യാത്രാ ചെലവ് കൂട്ടുക മാത്രമല്ല, ചരക്കുനീക്കം ചെലവേറിയതാക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇനിയും ഉയരാൻ കാരണമാകും. ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷിയെയും ആത്മവിശ്വാസത്തെയും പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാനുമായുള്ള ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയായി മാറുകയാണ്. വർദ്ധിച്ചു വരുന്ന കടബാധ്യത മുതൽ ഓഹരി വിപണിയിലെ തകർച്ച വരെയും പണപ്പെരുപ്പം മുതൽ ഹോർമുസിലെ ഇന്ധന പ്രതിസന്ധി വരെയും നീളുന്നതാണ് ഇതിന്റെ ആഘാതങ്ങൾ. അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് ലോകത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.